നമസ്കാരം. NDTV-യിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ ജോൺ ബ്രിട്ടാസിനോട് അവതാരക ചോദിച്ച ഒരു ചോദ്യവും അതിൽ അദ്ദേഹം കൊടുത്ത മറുപടിയും ഇപ്പോൾ വൈറലാണ്. ആ ചോദ്യത്തിന് ആസ്പദമായിട്ടുള്ള കാര്യം, ഈ അടുത്ത ദിവസം സഞ്ജു സാംസൺ ലോകകപ്പിൽ, അതായത് 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയ സന്ദർഭത്തിൽ നേരത്തെ ബ്രിട്ടാസ് സഞ്ജുവിനെ ഒരു ഇന്റർവ്യൂ നടത്തിയ സന്ദർഭത്തിൽ അതിൽ അദ്ദേഹം സഞ്ജുവിനോട് ചില പ്രഡിക്ഷൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് യാഥാർത്ഥ്യമായത് മുൻനിർത്തിയാണ്. കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നാണ് പ്രഡിക്ഷൻ എന്നൊരു ചോദ്യം അവതാരക അങ്ങ് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. UDF-കാരുടെ നെഞ്ചിൽ പോലും ഇടുത്തി വീഴുന്ന മറുപടിയാണ് ബ്രിട്ടാസ് പറഞ്ഞു വെച്ചത്. Because you're very good at making predictions. We saw what happened with Sanju Samson after the interview that you did with him 10 years ago. It's become viral now. But help us understand, what is your prediction of who will become the chief minister if UDF wins? UDF wins. First of all, UDF will not win. So my prediction will be that left will win again, and UDF leaders can go back to their gallery. The 6 chief ministerial candidates of UDF can go back to their gallery, and one of the leader has said that he will go for Vanavas. So the only decision to be taken that which Vanam, that which forest he would pick it up. So if we can help him identifying a forest for his Vanavas, that would be helpful. UDF നേതാക്കന്മാർക്ക് ഇനിയിപ്പോൾ ആ ഫൈനൽ കളിച്ച ന്യൂസിലാൻഡുകാരെ പോലെ നേരെ പോയി ഗാലറിയിൽ ഇരുന്ന് കളി കാണാം. അതിനുള്ള അവസരമാണ്. 6 മുഖ്യമന്ത്രിമാരുണ്ട്. ഒരു മനുഷ്യനും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. അമ്മാതിരി പെർഫോമൻസ് ആണ് ഫൈനലിൽ ഇടതുപക്ഷത്തിൻ്റെ നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള പ്രഡിക്ഷൻ പറഞ്ഞു വയ്ക്കുമ്പോൾ അവതാരക പോലും ഞെട്ടിപ്പോകുന്ന മറുപടിയാണ്. കേരളത്തിൽ ഇതാ UDF വരാൻ പോകുന്നു എന്ന തരത്തിലൊക്കെ ചില പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ചില PR പ്രചരണങ്ങളൊക്കെ നടത്തി വലിയ ആത്മവിശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് ജോൺ ബ്രിട്ടാസിനോട് NDTV ചോദ്യം ചോദിക്കുമ്പോൾ, ദേശീയ തലത്തിൽ ഉൾപ്പെടെ ബ്രിട്ടാസ് ആ മറുപടി പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴാണ് നാട്ടുകാർക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ പരിതസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ 3ാം വട്ടവും അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ആധികാരികമായി തന്നെ NDTV-യിലൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ ചോദ്യം ചോദിച്ച അവതാരക വരെ ഞെട്ടിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഒരു മറുപടി ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. അവർ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ പ്രഡിക്റ്റ് ചെയ്തൊരു പേര് പറയുകയാണെങ്കിൽ, അതായത് UDF വരാൻ പോകുന്നു, പ്രഡിക്റ്റ് ചെയ്തൊരു പേര് പറയുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ 6 പേരിൽ ഒരു മനുഷ്യനും കച്ചി തൊടാൻ പോകുന്നില്ല. 3ാം വട്ടവും കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ തന്നെ ഭരിക്കാൻ പോകുന്നു എന്ന സഞ്ജു സാംസന്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയ പ്രഡിക്ഷൻ പോലെ തന്നെ ഇപ്പോൾ അർത്ഥവത്തായി മാറാൻ പോകുന്ന വാക്കുകളായിട്ട് ഇദ്ദേഹത്തിന്റെ NDTV-യിലെ വാക്കുകൾ വലിയ പ്രസക്തമായി മാറിയിട്ടുണ്ട്.